ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് ടി വിയിലെ പ്ലേയേഴ്സിൻ്റെ ലൈനപ്പിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചും ടി വിയിലെ പുതിയ കോ ലീഡറിൻ്റെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റും നടന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ കറന്റ് ഞാനിപ്പം ബാലനെ ഇട്ടപ്പം കീരി എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ കളിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഓരോ വീക്കിലും ഞാൻ ഓരോ പ്ലേയേഴ്സിനെ മാറ്റിയിടും. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ബാഡ് എന്ന് പറയുന്ന ഒരു സാധനം ആവരുത്. നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് വേണേൽ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഉണ്ടാവില്ലെന്നോ അങ്ങനെ വല്ലതും നേരിട്ട് വന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാം. ഇൻ കേസ് അല്ലെങ്കിൽ ഞാനൊരു വീക്കിലി ഒരു 2-3 പേരെ വെച്ച് മാറ്റിയിടും, റൊട്ടേറ്റ് ചെയ്തു. ഒരാഴ്ച ഗ്യാങ്സിലോട്ട് വെളിയിൽ. അങ്ങനെ നിങ്ങൾക്ക് ആർപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ ഒരുമിച്ച് ചെയ്യാം. കാരണം ഇപ്പം അങ്ങനെ എത്തി, നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെ എത്തി. ഈ കഴിഞ്ഞ പ്രീ വാറുകളിലും വാറുകളിലാണെങ്കിൽ പോലും വിളിച്ചു കയറ്റിയാണ് ആൾക്കാരെ വരുത്തുന്നത്. എനിക്കത് മാറ്റണം. ഇനി ആക്റ്റീവ്നെസ് അനുസരിച്ച് മാത്രമേ മെയിൻ സ്ലോട്ടിൽ കളിക്കാനുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ഇപ്പോഴേ പറയാനും. എത്ര ആക്റ്റീവ് ആയവരെ ഞാൻ എടുത്തിടും, അല്ലാത്തവരെ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ RP ചെയ്യുന്ന അല്ലാത്ത അങ്ങനെ നിൽക്കുന്ന PvP അല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ PvP കംപ്ലീറ്റ്ലി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഒരു വീക്ക് നിങ്ങളെ മാറ്റി അടുത്ത വീക്ക് ഞാൻ എന്തായാലും സ്ലോട്ടിലിടും. അല്ലാതെ അടുപ്പിച്ച് 1-2 ആഴ്ച ഈ ആഴ്ച കീരി എനിക്ക് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അവൻ്റെ അടുത്ത് എനിക്കത് പറയാനും പറ്റിയില്ല. അത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ഇടും. 7 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. 7 ദിവസത്തിൽ സർക്കിളിൽ ഇങ്ങനെ ഇതായിട്ട് വരും. ഒരു വെൽക്കം ചെയ്യുവാണ്. സോ ഞാൻ നമ്മുടെ TVയുടെ 3ാമത്തെ കോ ലീഡറായിട്ട് നമ്മുടെ ജോക്കിയെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നു. ജോക്കി, വെൽക്കം ബാക്ക് ടു കോ ലീഡർ പൊസിഷൻ. അപ്പൊ ഇന്നോട്ട് ജോക്കി ഓൾറെഡി ഗോഡ് ഫാദർ ആണ്. നിങ്ങൾക്ക് കോ ലീഡർ പൊസിഷൻ ഒന്നും വേണ്ട, റെസ്പെക്ട് കൊടുക്കാനെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജോക്കി ഇന്നോട്ട് കോ ലീഡർ പൊസിഷനിലോട്ട് കുറച്ച് ഉത്തരവാദിത്വം, കാരണം ഇവിടുത്തെ മറ്റ് കോ ലീഡറുകളുടെ ഉത്തരവാദിത്ത കുറവ് മൂലമാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എന്ന് ഞാൻ പറയാണ്. കാരണം ഉത്തരവാദിത്തത്തിൽ ഭയങ്കര പുറകോട്ടാണ് മറ്റ് കോ ലീഡറുകൾ. സിറ്റിയുടെ കാര്യം നോക്കാൻ അപ്പാപ്പന് മാറിക്കേണ്ട പല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഞാൻ അപ്പാപ്പനെ പറ്റി അല്ല ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ അവന്താ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വ്യക്തിനെയും കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോ വി ആർ വെൽക്കമിങ് അസൻസിയോ ടു TVA അസൻസിയോ. വെൽക്കം ടു TVA. ഹലോ അസൻസിയോ. ഹലോ, വെൽക്കം ടു TVA. അസൻസിയോ ഇവരെല്ലാം RP നിർത്തുക എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മള് ഇവിടെ ഒന്നും ഓഫർ ചെയ്തല്ല ഇവിടെ ഒരു പ്ലേയേഴ്സിനെയും കൊണ്ടുവരാറുള്ളത്. ഇപ്പോഴേ പറയാണ്, നോർമലി ഇവിടെ TVയിൽ ഒരു പ്ലെയറിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് നമുക്ക് തരാൻ പറ്റും. ഒരു സ്ട്രീമിംഗ് കരിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം. അല്ലാതെ PC വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടുത്തെ കുറെ OG ആയിട്ടുള്ള മെമ്പേഴ്സിന് തന്നെ നമ്മൾ എല്ലാവർക്കും PC കൊടുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മളിത് വരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ ഇതായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു പ്ലെയറിനെ പഴയ പ്ലെയേഴ്സിന് കൊടുക്കാതെ പുതിയ ഒരു പ്ലെയറിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഫെയർ ഡീലായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലെയർ വൈസ് ഒരു എക്സ്പോഷർ കൊടുക്കാം. അവർക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ ഇതിൽ നിന്നൊരു സ്ട്രീമിംഗ് കരിയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിനപ്പുറത്തോട്ട് വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് കാര്യം ക്ലിയർ കട്ടായിട്ട് ഞാൻ അസൻസിയോട് സംസാരിച്ചിട്ടാണ് ഞാനിവിടെ റിക്രൂട്ട്മെന്റ്. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഗൈസ്, കറന്റ്ലി TVക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ റിക്രൂട്ട്മെന്റ് എടുത്തേക്കുന്നത് ബ്രാവോയാ. TVക്കകത്ത് വന്നതിന് ശേഷം ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറയല, ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രാവോ സിറ്റുവേഷനുകളൊക്കെ ക്ലോസ് വാച്ച് ചെയ്യുന്നത് കൊണ്ട് T47 ഡിസ്ബാൻഡിലായ സമയത്ത് നമുക്കൊരു പ്ലെയറിനെ വേണം എന്നുള്ള ഇത് പറഞ്ഞത് ബ്രാവോ ആണ്. അങ്ങനെയാണ് ഈ ഒരു സജഷൻ. T47ന്റെ IG-യിലായിരുന്നു അസൻസിയോ. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ PvP സൈഡ് കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ വണ്ടേഴ്സ് ഒന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവൻ ഇവിടെ വന്ന്, കാരണം നമുക്കെതിരെ കളിച്ചൊരു ഗ്യാങ്ങിലായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല. T47 എന്ന് പറയുന്ന ഗ്യാങ് ആക്ച്വലി അതിനകത്ത് നമ്മൾ പേഴ്സണൽ ഇഷ്യൂ TVക്കകത്തുനിന്ന് ഇറങ്ങി ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാൻ വലിയ പാടാണ്. ഗ്രാജുവലി അവനിവിടെ സിങ്ക് ആവുകയാണെങ്കിൽ അവനിവിടെ കളിക്കട്ടെ. അവനൊരു എൻവയോൺമെന്റ് അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവനിവിടെ കളിക്കട്ടെ.
ബ്രാവോ എന്നോട് പറഞ്ഞത് പൊട്ടൻഷ്യൽ വൈസ് നല്ലൊരു പ്ലെയർ ആണ്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് MRCയിൽ കുറച്ച് ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് റിപ്ലൈ ആയിട്ട് ഈഗിൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് എന്റെ പേരൊക്കെ ഇതിനകത്ത് വന്നതുകൊണ്ട് പറയുവാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ RP അപരാധത്തിലൊക്കെ എന്റെ പേരൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് പറയുവാണ്. ഇപ്പൊ MRC വേഴ്സസ് MRC നടക്കുന്ന ഇഷ്യൂല്, അതായത് MRC വേഴ്സസ് MRC എന്ന് പറഞ്ഞാൽ ഷെമീർ വേഴ്സസ് ഷെയ്ഖ് അടി നടക്കുന്നതിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പേ ഇവരുടെ രണ്ടുപേർക്കും എതിരെയുള്ള പ്രൂഫും മറ്റേ അതും ഇതും ഓരോ ചെയ്തതെല്ലാം എനിക്ക് കൊണ്ട് തന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ OC കാര്യങ്ങൾ എടുത്തു വെച്ച് അവരാധിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അന്നേ ഷെയ്ഖിനെയും വിളിച്ച് പറഞ്ഞു, അതുപോലെ ഷെമീറിനെയും വിളിച്ച് രണ്ടുപേരുടെ അടുത്തും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരാധിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് ഒഴിവാക്കിയതാണ്. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പുതുമയായിരിക്കും, എനിക്ക് പക്ഷേ ഇതറിയാം. എനിക്ക് ഒരുപാട് നാൾക്ക് മുമ്പേ അറിയാം. സിറ്റിയിലെ സിറ്റുവേഷന്, അവരുടെ ബൂട്ട് ക്യാമ്പിലെ കാര്യങ്ങൾ എനിക്ക് വിളിച്ച് പറയാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അലിൻ ജോസ് പെരേരയുടെയൊക്കെ ആ സിറ്റുവേഷൻ വന്നപ്പം ഷെമീർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഇതുപോലെ പറഞ്ഞത്, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതെന്ന്. എനിക്കിത് നല്ലതുപോലെ നേരത്തെ തൊട്ടേ അറിയാം. എനിക്ക് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുക അവരുടെ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങൾ ഒരിക്കലും എനിക്ക് ആഘോഷിക്കാനും അത് വിളിച്ചു പറയാനും എനിക്ക് താല്പര്യമില്ല. കാരണം TV-ക്കകത്ത് ഇതുപോലെ ഒരു വർഷം മുമ്പ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട വന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വിഷമവും എല്ലാം അറിയാം. ഒരുമിച്ചൊരു ഗ്യാങ്ങായിട്ട് മുന്നോട്ട് വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആൾക്കാർ മാറിപ്പോകുമ്പോഴുള്ള വിഷമം നല്ല രീതിയിൽ അനുഭവിച്ചൊരുത്തനാണ് ഞാൻ. അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എൻ്റെ സൈഡ് ഞാൻ പറയാമല്ലോ, ഞാനും റിബലും ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ കാണേണ്ട വന്നേനെ. അതിൽ എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്. സത്യം പറയാം, എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്, എനിക്ക് എന്നോട് റെസ്പെക്ട് ഉണ്ട്. ഞാനും റിബലും ഞങ്ങളുടെ ഇഷ്യൂസ് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇതുപോലത്തെ ലൈവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേനെ. ഞങ്ങൾ ലൈവിൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഞങ്ങൾക്ക് താല്പര്യമില്ല ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതുപോലെ ആയി പോയേനെ ചിലപ്പം. ഒന്നാമതേ ഞങ്ങൾ എല്ലാവരും മൈൻഡ്ഫക്ക് ആയതാണ് അങ്ങനത്തെ ഒരു ഇൻസിഡന്റിൽ. ഞങ്ങൾ അവരുടെ വഴിക്ക് പോയി, നമ്മൾ നമ്മുടെ വഴിക്ക് വന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ആരെ ഉപദ്രവിക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തടത്തോളം കാലമാണ്. അതുകൊണ്ട് പറഞ്ഞത്. കാരണം നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞതാണ്, ഞാൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി നിങ്ങൾക്ക് വന്ന് പറയാമെന്ന് ഫേസ് ക്യാം ഇട്ട് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയവർ നമ്മുടെ ഏറ്റവും വലിയ റൈവലറി ഗ്യാങ്ങിലാണ് കളിക്കുന്നത്. അതായത് ദിഗോഡും പപ്പടം അടക്കം എല്ലാവരും അവിടെ കളിക്കുന്നത്. എന്നിട്ട് പോലും എന്നെ പറ്റി അവർ ഇതുവരെ ഒന്നും വന്ന് പറഞ്ഞിട്ടുമില്ല. പറയാനുള്ള അവസരം ഒന്നാമത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ആരും വന്ന് സംസാരിക്കാറില്ല. കാരണം ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ അതിനകത്ത് അങ്ങനെ ഞങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ TV-ക്കകത്ത് ഞങ്ങൾ അതിനെ തമ്മിലടി ആയിട്ടില്ല. ഉണ്ടായത് ഞാനും റിബലും തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു. അത് നമ്മൾ അവിടെ വിട്ടതാണ്. അതുപോലെ ഈ ഒരു കാര്യത്തിലും ഇനി ഇവർ രണ്ട് സൈഡിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ എന്നെ ട്രാക്ക് ചെയ്താലും എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല. തൊപ്പി എക്സ്പോസ്ഡ് ബ്രോ, ഞാൻ ഷെമീറിന്റെ വീഡിയോ ഞാൻ കണ്ട്. അതൊക്കെ ഒരു സൈഡ് മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നുള്ളൂ. തൊപ്പിക്ക് പറയാനുള്ളത് തൊപ്പി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ കാര്യമാണ് പറയണത്. എനിക്കിതിൽ അഭിപ്രായം പറയാനും സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനും എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തമ്മിലടിച്ച് കാണുന്നത് ഒരു വൃത്തികെട്ട ഒരു മെന്റൽ ഹെൽത്ത് ആയിരിക്കും എല്ലാവർക്കും, കാണുന്ന എല്ലാവർക്കും. അപ്പം തൊപ്പിയുടെ കാര്യമൊക്കെ തൊപ്പി വന്ന് അവൻ ഷൂട്ടിലും കാര്യങ്ങളിലൊക്കെ അല്ലേ, അത് കഴിഞ്ഞിട്ട് വന്ന് പറയുമായിരിക്കും. ഇവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. ഇതിനകത്തോട്ട് എൻ്റെ പേര് പലയിടത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല, ഇതാക്കാൻ താല്പര്യമില്ല. ഞാൻ ഇന്ന് MRCയിലെ മെമ്പേഴ്സിനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവരിന്ന് എന്തോ പരിപാടിക്ക് എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഈ ലൈവ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വരും, അവരെൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഗെയിമാണ്. എനിക്ക് നാളെ MRC എതിരെ വന്നാലും MRCക്ക് എതിരെ സംസാരിക്കും. കാരണം എൻ്റെ ഗ്യാങ്ങിനെതിരെ വന്നാൽ അത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇവരുടെ ഒന്നും ഒരു OC കാര്യങ്ങൾ എനിക്ക് അവരാധിക്കേണ്ട, മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഞാൻ അവരെ കാണുകയും ചെയ്യും, ഇതാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും എനിക്കില്ല. ഗെയിമിൽ വരുമ്പോൾ എൻ്റെ ഒപ്പോണൻ്റാണ്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന RPയിൽ നമുക്ക് KVA വേഴ്സസ് G30 പ്രീവാറും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് പ്രീവാറിൽ കാസ്ട്രോയുടെയും അഡ്മിൻസിന്റെയും ആ ഒരു POV ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അസീം ഒരു പിക്ക് എടുക്കുന്നു. പൂവൽ ഇന്ത്യ ചൂടാൻ ഒരു പിക്ക്, ലെഗസി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ലെഗസിയുടെ അടുത്തൊരു പിക്ക്, അടുത്തൊരു പിക്ക്, ഹിറ്റ്മാൻ ഒരു പിക്ക്, വീറ്റ് ഒരു പിക്ക്, സെറ്റ് മാർത്താണ്ഡൻ ഒരു പിക്ക് എടുത്തു. വിംബി ലാസ്റ്റ് പിക്ക് എടുത്തു. മാർത്താണ്ഡൻ ഉണ്ടല്ലോ, ലാസ്റ്റ് മാൻ മാർത്താണ്ഡൻ ഉണ്ട്. മാർത്താണ്ഡൻ ഡൗൺ ആയി കണ്ടില്ലല്ലോ, അതോ ട്രേഡ് ആയോ?
ഓക്കെ മാർത്താണ്ഡൻ യെസ് അവരത് സ്മോക്കർ ടാഗിന് ഡൗൺ ആണോ? അതെ 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 മാർത്താണ്ഡനല്ലേ നൈസായിട്ട് അത് തിരിച്ചെടുത്തു. ഓക്കെ അൾട്രോൺ ഇവിടെ കൊന്നു കുത്തിയിട്ടുണ്ട്. അൾട്രോൺ അത് നമ്മൾ അൾട്രോൺ അൾട്രോൺ അങ്ങനെ 3 പിക്കാണ് എടുത്തിട്ടുള്ള അൾട്രോൺ. എന്നെ ഡ്രേക്കാണ് അടിക്കുന്നത്. പക്ഷെ ഡൂക്ക് അവിടെ 2 പിക്ക് എടുത്തിട്ടുണ്ട്. മൊയ്തീൻ ഒരു പിക്ക്. ഇവർ ഇത്രയും പേര് നടുക്ക് ഇവിടെ നിക്കുന്നത്. ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ടീം ഫെയർ അല്ല, ടീം ഫെയർ അല്ല. ഇവനടിച്ച് കുത്തി 2 ഗാങ് അങ്ങോട്ട് കുത്തി. ആൻഡ് ഇതിന് ശേഷം മെയിൻ വാറും നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കാസ്ട്രോയുടെ ആ ഒരു POV ഒന്ന് കണ്ടു നോക്കാം. ബാക്ക് കുത്തുന്നേ നമ്മുടെ ബാക്ക് നമ്മളെ വണ്ടി കുത്തിയെടുത്ത് കുത്തിരുന്നേ. വണ്ടി തീർന്നു. ഇതിനാണ് നമ്മൾ കുറെ നേരം ഹോൾഡ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് ചെയ്യുന്നവരെ ബൈ ഗൈസ്.